കഴിഞ്ഞ ദിവസം എല്ലാവരും എത്തിയത് സലിം കുമാർ കഷ്ടപ്പെട്ട വിയർപ്പ് നീരാക്കി പണിത ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലേക്കാണ്. മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ എപ്പോഴും അദ്ദേഹം വീട്ടിലിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളിലെ പോലെ തന്നെ വീടും അതിൻ്റെ സമാധാനവും അതിൻ്റെ അന്തരീക്ഷവുമായി ചുറ്റപ്പെട്ട് ജീവിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ആശുപത്രിയിലേക്ക് പോകാനൊന്നും തന്നെ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തി തന്നെയായിരുന്നു. ചെറിയൊരു പനി വന്നാൽ പോലും എവിടെയും പോകാതെ വീട്ടിൽ മരുന്ന് കഴിച്ച് വിശ്രമിക്കും. ആ ലാഫിംഗ് വില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രീതിയും അതുപോലെ എല്ലാവരും ഇപ്പോൾ ആ ലാഫിംഗ് വില്ലയിലേക്ക് നോക്കുമ്പോൾ സന്തോഷം മാത്രമാണ് ലഭിക്കുന്നത്. 6000 സ്ക്വയർ ഫീറ്റുള്ള ലാഫിംഗ് വില്ല, ഇത്രയും വലിയ ഒരു വീട്, ഇത് നിങ്ങളെ ചിരിപ്പിച്ച് നേടിയ വീടാണ്. പക്ഷേ അന്ന് സലിം കുമാർ പറഞ്ഞത് ഒടുവിൽ ചിരി നിലച്ച ലാഫിംഗ് വില്ലയായി മാറിയതുമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. സിനിമ ഇഷ്ടപ്പെടുന്ന ശരാശരി മലയാളിയോട് ഒരു ദിവസത്തെ സംസാരിക്കുമ്പോഴും ഒരു തവണയെങ്കിലും സലിം കുമാറിൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് വരും. അതില്ലാതെ നമുക്ക് കടന്നു പോകാനാകില്ല. അത്രയേറെ മലയാളികൾക്ക് പ്രിയപ്പെട്ടൊരു നടൻ തന്നെയാണ് സലിം കുമാർ. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് അതിനു പകരം ഒന്നുമാകില്ല. അദ്ദേഹം തന്നെയാണ് എന്നും മുന്നിൽ നിൽക്കുന്നതും. ഇപ്പോഴിതാ സലിം കുമാറിൻ്റെ സിനിമയിലെ ഹിറ്റ് ഡയലോഗുകൾ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ലയിൽ വളരെയധികം വൈറലാകുന്നുണ്ട്. വീടിൻ്റെ പലയിടത്തും ബുദ്ധൻ്റെ പ്രതിമ വച്ചിട്ടുണ്ട്. കുടുംബ വീട് തനിക്ക് തന്നതിന് ബാക്കിയെല്ലാം മാറി താമസിച്ചു. തറവാട് നിൽക്കുന്ന സ്ഥലത്ത് വീട് പണിയണം എന്നായിരുന്നു തൻ്റെ ഒരു ആഗ്രഹവും. അതുപോലെ തന്നെ കുടുംബ വീട് പൊളിച്ചിട്ടാണ് തൻ്റെ ലാഫിംഗ് വില്ല താൻ പണിയുന്നതെന്ന് ഒരിക്കൽ സലിം കുമാർ പറഞ്ഞിരുന്നു. ഇത് വീടിന് പറ്റിയ സ്ഥലമല്ല, ഇവിടെ മുഴുവൻ ചെളിയാണ്, നിങ്ങൾക്ക് വേറെ സ്ഥലം വല്ലതും ഉണ്ടോ എന്നാണ് പലരും വന്നു ചോദിച്ചത്. അബദ്ധത്തിൽ വലുതായ വീട്, അതാണ് ഞാൻ ലാഫിംഗ് വില്ലയെക്കുറിച്ച് പറയുന്നത്. 62 സെൻറ്റിലാണ് വീടിരിക്കുന്നത്. വലിയ മുറ്റമുണ്ട്. വീടിന് പിന്നിൽ ഭാര്യയുടെ കുറച്ച് കൃഷിയുണ്ട്. അക്വാപോണിക്സ് ആണ് ചെയ്യുന്നത്. ഒപ്പം മീൻ വളർത്തലുമുണ്ട്. അതിലുണ്ടാകുന്ന മീനുകളെ കറി വയ്ക്കാറില്ല. സ്നേഹിച്ചു വളർത്തുന്ന മീനുകളാണ്. വീട്ടിലേക്ക് അത്യാവശ്യമുള്ള വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, അമരപ്പയർ എല്ലാം കിട്ടും. ഉരുളക്കിഴങ്ങും സവാളയും മാത്രം വാങ്ങിയാൽ മതി. ഇതെല്ലാം നോക്കി നടത്തുന്നത് ഭാര്യ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ വീട് വയ്ക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു, ഒരബദ്ധം പറ്റിയതാണ്. വീടിൻ്റെ പ്ലാൻ വരച്ചപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന്. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് താഴത്തെ നിലയുടെ കാര്യം മാത്രമായിരുന്നു. അതെനിക്ക് മനസ്സിലായില്ല. അത്രയും വലുപ്പം തന്നെ മുകളിലുമുണ്ട്. പണിത് തുടങ്ങിയപ്പോൾ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ വിചാരിച്ചു ജീവിതത്തിൽ ഒരിക്കലല്ലേ വീട് വയ്ക്കൂ, അത് നന്നായിരിക്കട്ടെ എന്ന്. അങ്ങനെയാണ് 6000 സ്ക്വയർ ഫീറ്റുള്ള ലാഫിംഗ് വില്ല ഉണ്ടായത്. ഇങ്ങനെയാണ് അദ്ദേഹം ലാഫിംഗ് വില്ലയുടെ കഥ തന്നെ പറയുന്നത്. 6000 സ്ക്വയർ ഫീറ്റുള്ള വീട് തന്നെയാണ് ലാഫിംഗ് വില്ല. താഴത്തെ നിലയിലെയും 3 മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളുണ്ട്. 2 അടുക്കളയുണ്ട് വീട്ടിന്. 5 വർഷം എടുത്താണ് വീട് പണി പൂർത്തിയാക്കിയത്. അത്രത്തോളം തടിയിൽ കൈകൊണ്ട് കൊത്തിയെടുത്ത പണികളുണ്ട്. അത്തരത്തിൽ ചെയ്തതാണിത്. കുറച്ച് തടിപ്പണി വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പണിക്കാർ തന്നെ വന്നപ്പോൾ ഡിസൈൻ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടത് ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയായി. 10 ആശാരിമാർ 5 വർഷം ഇരുന്ന് കൊടുത്ത പണി. തേക്കിലും ഈട്ടിയിലുമെല്ലാം പണിത്തരങ്ങളാണ്. ഇഷ്ടം പോലെ സിനിമയിലെ ഉള്ള സമയമായിരുന്നു അത്. അതുകൊണ്ട് പണത്തിന് ബുദ്ധിമുട്ട് എന്തായാലും വന്നില്ല. എന്നാലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച വീടാണ്. അവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖവും സമാധാനവും ഉണ്ട് എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞത്. അതിൻ്റെ മണ്ണിൽ അണിഞ്ഞ് തീരാൻ തന്നെയായിരുന്നു സലിം കുമാറിന് ഇഷ്ടവും. എന്നെ ദഹിപ്പിക്കേണ്ട എന്നും എനിക്ക് ലാഫിംഗ് വില്ലയിൽ തന്നെ കണ്ണടച്ചാൽ മതിയെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.